ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ഇടവേളയ്ക്ക് ശേഷം ഒരു മോർണിംഗ് വ്ലോഗ് ചെയ്യാന്ന് കരുതിയിട്ടാ. രാവിലെ ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട് സമയം. സൂര്യന്റെ വെളിച്ചം കണ്ണിലോട്ട് അടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പുറത്തെ ബാൽക്കണിയാണ്. തൊട്ടപ്പുറത്ത് കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അവിടെ ഇന്നലെ എന്തോ ഒരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ബാംഗ്ലൂരിലെ പതിവ് കാഴ്ചയാണ് കേട്ടോ. ഈ കോലം വരയിൽ കാണാൻ നല്ല രസം. അപ്പൊ ഞാൻ പതുക്കെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് തലയൊന്ന് ഷാമ്പൂ ഇട്ട് പറപ്പിക്കേണ്ടതുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ഞാനിത് ഉപയോഗിക്കാറുണ്ട്. എൻ്റെ തലയിലെ താരം കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രാവിലെ കുറച്ച് സമയം ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കണം. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എഴുന്നേറ്റ് പാടെ ഇതങ്ങ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഇത് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് വേണം തേക്കാനേ. അതൊന്ന് പതപ്പിച്ചതിന് ശേഷം തലയിലേക്ക് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ പണി അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാനിപ്പോൾ ഡെയിലി രാവിലെ ഒരു ഗ്രീൻ ടീ ഇട്ട് കുടിക്കുന്ന പതിവുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ വിത്തൗട്ട് മധുരം ഇല്ലാണ്ട് ഗ്രീൻ ടീ കുടിക്കൽ ഭയങ്കര പാടാണ്. പക്ഷെ അത് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ചെറിയൊരു മധുരം വരും കേട്ടോ, ഈ നെല്ലിക്കയൊക്കെ കഴിക്കുന്ന പോലെ. അപ്പം ഞാൻ ഗ്രീൻ ടീ എടുത്ത് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആസ്വദിച്ച് ചൂട് ഗ്രീൻ ടീ ഊതി ഊതി കുടിക്കാം കേട്ടോ. അപ്പോൾ കിച്ചണിലേക്ക് കടന്നു. ഇനി പുട്ടുണ്ടാക്കാം. ഇന്നലെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ പുതിർത്ത് വെച്ചിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ പുട്ടുപൊടി എടുത്ത് കുറച്ചല്ലേ വേണ്ടു, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ആദ്യം പിന്നെ അത്രേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് പുട്ടുപൊടി എടുത്ത് അതൊന്ന് അവിടെ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ മിക്സ് ചെയ്ത് അതൊന്ന് അവിടെ കുതിർത്ത് വെച്ചിട്ട് ഞാൻ പതുക്കെ പോയി ആ ഗ്യാപ്പിൽ എൻ്റെ കുളി കഴിച്ചിട്ട് വന്നേ. അങ്ങനെ പുട്ടുകുറ്റിയിലേക്ക് മാവ് നിറച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ പയറ് കറി വെക്കാൻ വേണ്ടി നോക്കാം. അതാ താരം എഴുന്നേറ്റ് വന്നിട്ടുണ്ടേ. അങ്ങനെ ഞാൻ ചെറുപയർ കറിയിലെ പരിപാടിയിലേക്ക് കിടക്കാണ്. അവനെന്നെ എൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങത്തില്ല. അവനെ എടുത്തോണ്ട് എൻ്റെ ബാക്കി പണിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് അതൊന്ന് അടുപ്പത്തേക്ക് കയറ്റിയതിന് ശേഷം ഞാൻ അവനെ പതുക്കെ അവിടെ ഇരുത്തുകയാണ്. അങ്ങനെ ആദ്യം ഞാൻ കുറച്ച് സമയം കാർട്ടൂണും വെച്ച് കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും വിജയ് ചേട്ടൻ വന്നു. ഇത് തന്നെ അടുക്കളയിൽ കുറച്ച് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വിജയ് ചേട്ടൻ്റെ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ബാഗിലോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അവർക്ക് പോകാൻ ടൈമായി. 8:30 ആകുമ്പോൾ അവർ പോകും. പിന്നെ എൻ്റെ ഒരു ലോകാണ് കേട്ടോ. ബൈ.